Meet the editors. കേജ്രിവാളിനെ കുരുക്കാനോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഡോക്ടർ അരുൺ പങ്കെടുക്കുന്നത് കോട്ടയത്ത് നിന്നാണ്. ഞാൻ ആദ്യം എം വി നികേഷ് കുമാറിൽ തുടങ്ങിയാണ്. കേജ്രിവാളിനെ കുരുക്കാനുള്ള ഒരു നടപടിയായിട്ടാണോ തോന്നുന്നത്? PA-യുടെ അറസ്റ്റ് അത്ര ഗുരുതരമാണോ? ഞാനിതിനെ ഒരു ആം ആദ്മി പാർട്ടി എന്ന ഒരു കുടിൽ വ്യവസായ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള അന്തർസംഘർഷങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്വാതി മാലിവാൾ എന്ന് പറയുന്ന ഇതിനകത്ത് ഈ സംഘർഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഘട്ടം, ആ സമയത്ത് സ്മൃതിയോ നമ്മൾ ആരെങ്കിലുമോ സഞ്ജയ് സിംഗ് അല്ലാത്ത വേറെ ഏതെങ്കിലും MP ഈ സമരമുഖത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. രാഘവ് ചദ്ദ എന്ന് പറയുന്ന ഇവരുടെയൊക്കെ ഫണ്ട് റൈസർ ഉണ്ട്. പഞ്ചാബ് ഭരിക്കുന്ന ആളാണ്. പഞ്ചാബിലെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാവായിട്ടാണ് രാഘവ് ചദ്ദയെ നിയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം രാജ്യസഭാംഗമാണ്. ഇപ്പോൾ സ്വാതി മാലിവാൾ നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്, പിന്നീട് രാജ്യസഭാംഗത്വം നൽകുന്നു. അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം NGO കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ വ്യക്തിപരമായ സുഹൃത്തു കൂടിയാണ് കേട്ടോ ഈ സ്വാതി മാലിവാൾ എന്ന് പറയുന്ന വനിത. അവർ തമ്മിൽ വലിയ അടുപ്പമുള്ള ആളുകളാണ് വ്യക്തിപരമായി. നോക്കൂ, അങ്ങനെയുള്ള ആളുകളെ ഒന്നും നമ്മൾ ഈ സമരമുഖത്ത് കണ്ടിട്ടില്ല. ഇപ്പം നമ്മളെന്താണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയെ പോലെ 1.5 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ എന്ത് ചെയ്തു? അവർ സമരമുഖത്തുണ്ടായിരുന്നു. അവർ വലിയ നിലയിൽ അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം രൂപപ്പെടുത്തി. ആ പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇത്രയധികം ജനശ്രദ്ധയിൽ വന്നത്. ഇന്ന് നോക്കുക, അരവിന്ദ് കെജ്രിവാളിനേക്കാളും മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഹേമന്ത് സോറൻ ജയിലിൽ നിൽക്കുന്നു. അതേസമയം ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഈ പറയുന്ന ഇടക്കാല ജാമ്യം ലഭിച്ച് തിരികെ വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവരെ ഒന്നും നേരത്തെ ഈ പറയുന്ന സമരമുഖത്ത് കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സ്വാതി മാലിവാൾ ആ സമയത്ത് ന്യൂയോർക്കിലായിരുന്നു അല്ലേ? സഹോദരിയുടെ അസുഖം എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലേക്ക് പോയി. രാഘവ് ചദ്ദയും ലണ്ടനിലായിരുന്നു, വിദേശത്താണ്. അപ്പോൾ അവരൊന്നും ആ മേഖലയിലുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള MP-മാരെന്നൊക്കെ പറയുന്നത് ഈ രാജ്യസഭാംഗങ്ങളായി വെച്ചിട്ടുള്ള ഒന്നും പാർട്ടി നേതാക്കളെ ആയിരുന്നില്ല. അവരൊക്കെ തന്നെയും ഈ പറയുന്ന ഫണ്ട് റൈസേഴ്സോ അല്ലെങ്കിൽ ഫണ്ട് നൽകാൻ കഴിയുന്ന ആളുകളെയോ ആണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗങ്ങളാക്കി അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗങ്ങളാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ സ്വാതി മാലിവാളിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവനുസരിച്ച് എത്ര കണ്ട് പൂർണ്ണമായും ശരിയാണെന്നറിയില്ല, പക്ഷേ ഒരു ഇൻസൈഡ് സ്റ്റോറി എന്ന് പറയുന്നത് സ്വാതി മാലിവാളിനെ വീട്ടിലേക്ക് കയറ്റണ്ട എന്ന് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിക്കുന്നു. അങ്ങനെ പക്ഷേ സ്വാതി മാലിവാൾ ഒരു ദിവസം കയറി വരുന്നു. സ്വാഭാവികമായിട്ടും അരവിന്ദ് കെജ്രിവാൾ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അവിടുത്തെ ഗേറ്റിലുള്ള പോലീസുകാർക്ക് അറിയില്ല. അവർ സ്വാഭാവികമായിട്ടും രാജ്യസഭാംഗമായിട്ടുള്ള സ്വാതി മാലിവാൾ അകത്തേക്ക് കയറി വരുന്നതിന് തടഞ്ഞില്ല. പക്ഷേ ഇവിടെ ഡ്രോയിങ് റൂമിലിരുന്ന സ്വാതി മാലിവാൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. സ്വാതി മാലിവാളിനെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നില്ല എന്നുള്ള വിഷയം വന്നു. ആ സമയത്താണ് ഈ വൈഭവ് കുമാർ അവിടെ വന്നത്. വൈഭവ് കുമാറിനെ ആയിട്ട് അവർ തമ്മിലൊരു സംഭാഷണം ഉണ്ടായി. ആ സംഭാഷണം ഉണ്ടായ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാതി മാലിവാൾ ഒരു ഒറ്റ അടി കൊടുത്തു. ആ അടി കൊടുത്ത സമയത്ത് അറഞ്ചം പുറഞ്ചം തിരിച്ചും കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അടി ഉണ്ടായിട്ടുണ്ട്, കായികമായ ബലപ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല, അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയും ഒന്ന് ഈ സ്വാതി മാലിവാൾ ഏറ്റവും വലിയ ക്രൈസിസ് നോക്കുക, അവരെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കി, അതിനുശേഷം അവരെ രാജ്യസഭാ മെമ്പറാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂറ് പ്രതീക്ഷിക്കുമല്ലോ. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മണിയടിച്ച് നിൽക്കുന്നവർക്ക് മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ ആ പാർട്ടിയിൽ ഇടം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ആ പാർട്ടിയിൽ നിന്നിട്ടുള്ളൂ. നമ്മളിപ്പോൾ യോഗേന്ദ്ര യാദവിനെ അറിയാം അല്ലേ, പ്രശാന്ത് ഭൂഷണെ കുറിച്ചറിയാം. അവരൊക്കെ ആയിരുന്നു ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. അവരെയൊക്കെ പുറന്തള്ളിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇതൊരു കുടിൽ വ്യവസായമാക്കി മാറ്റിയിട്ടുള്ളത്. അതിനൊരു സംഘടനാ സംവിധാനമൊന്നുമില്ല, അതിനൊരു പ്രത്യയശാസ്ത്രമൊന്നുമില്ല.
പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ബി ജെ പിക്കെതിരെ പറയുന്ന പൊളിറ്റിക്സിൽ സ്വാഭാവികമായിട്ടും കാതലുണ്ട് എന്നുള്ളത് കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുടിൽ വ്യവസായ പാർട്ടിയിൽ സ്വാഭാവികമായും സംഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എം പി വരുമ്പോൾ വരണ്ട എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, വന്നു കഴിഞ്ഞ് ഡ്രോയിങ് റൂമിൽ ഇരിക്കുമ്പോൾ പി എ പോയി സംഘർഷത്തിൽ ഏർപ്പെടുക, എന്നിട്ട് അടി വാങ്ങുക, അടി വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരിക. അത് കഴിഞ്ഞതിന് ശേഷം ദാ ഇപ്പോൾ പുറത്താക്കുന്ന വിഷ്വൽസ് ഒക്കെ കണ്ടില്ലേ? ഒരു എം പിയാണ് പിടിച്ച് പുറത്താക്കുന്നത്. ഒരു വനിതാ സെക്യൂരിറ്റി ഗാർഡാണെങ്കിൽ പോലും പിടിച്ച് തള്ളുന്നുണ്ട് അല്ലേ? പിടിച്ച് തള്ളുന്ന പുറത്താക്കലാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുണ്ടായതായി കാണുന്നില്ല എന്ന് പറയുന്നതിലൊന്നും യുക്തിയില്ല. കാരണം അടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഊക്കിൽ പുറത്തേക്ക് പോകുമല്ലോ, അത്രേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് സ്വാഭാവികമായി സംഭവിക്കാൻ ഒരു പ്രത്യയശാസ്ത്രം ഇല്ലാത്ത പാർട്ടി, ഒരു സംഘടനാ സംവിധാനം ഇല്ലാത്ത പാർട്ടി, ഒരു നേതാവിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കിയേ, ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ഒരു കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലിട്ടപ്പോൾ ഇവരൊക്കെ പൊടിയും തട്ടി എൻ്റെ സഹോദരിക്ക് സുഖമില്ല, എനിക്ക് നെഞ്ചിന് വേദനയാണെന്നൊക്കെ പറഞ്ഞ് വിദേശത്ത്, ഈ രാജ്യത്ത് പോലും ഇല്ല, വിദേശത്ത് പോകാൻ. ബാക്കി എം പിമാരെ കുറിച്ച് കേട്ട് കഴിയുകയില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഇവരൊക്കെ ചാന്ദിനി ചൗക്കിൽ നിന്ന് വരുന്ന ഈ പറയുന്ന വലിയ ഫണ്ട് റൈസേഴ്സാണ്. ആ ഫണ്ട് റൈസേഴ്സ് ആയിട്ട് മാത്രമാണ് അവരെ നിയോഗിച്ചിട്ടുള്ളത്. അവരോട് വേറെ രാഷ്ട്രീയ പ്രക്രിയ ഒന്നും നടത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരൊന്നുമില്ല. ആകെ ഉള്ളത് കുറച്ച് സഞ്ജയ് സിംഗും ആതിഷി അടക്കമുള്ള കുറച്ച് ആളുകളും മാത്രം എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് എന്താ പറയേണ്ടത്, സ്വയം കൃതാനർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് ഒരു കുടിൽ വ്യവസായത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം. അപ്പോൾ കുരുക്കാനല്ല. ഇപ്പോൾ അവിടെ ഡൽഹിയിൽ എനിക്ക് തോന്നുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കം ഇറങ്ങിയിട്ടുണ്ട്. ഒരു സാധാരണഗതിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയമായ ഉപയോഗിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അത് കയ്യിൽ നിന്ന് വീണു പോയിട്ടുള്ള ഒരു പിശകാണെങ്കിൽ തന്നെയും അത് ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട നടത്താൻ ബി ജെ പി ഇനി ശ്രമിക്കും. 25-ാം തീയതി ഇലക്ഷനാണ്. 25-ാം തീയതി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇനി എന്തൊക്കെ ആംഗിൾ വരും എന്നറിയില്ല. ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിൽ സ്വാതി മാലിവാൾ കെജ്രിവാളിൻ്റെ അടുത്ത് വരെ എത്തിയിരുന്നു എന്ന് വിചാരിക്കാം. ഡ്രോയിങ് റൂമിൽ നിന്ന് അവരുടെ മുഖ്യമന്ത്രിയുടെ വസതിയുടെ ഇൻസൈഡ് പോർഷനിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന വൈഭവ് കുമാർ ഇടപെടുന്നത്. അഥവാ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസൻസ് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാളും കൊഴുപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം കൊഴുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ തന്നെയാണ്, അത് കൊടുക്കാൻ രാഷ്ട്രീയമായി ഉപയോഗിക്കും. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ തിരിച്ചു വരവെന്ന് പറയുന്നത് ബി ജെ പി അപ്രതീക്ഷിതമായി ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വലിയ അടിയാണ്. ആ അപ്രതീക്ഷിതമായി ഏറ്റുവാങ്ങിയിട്ടുള്ള അടിയിൽ നിന്ന് അല്പം ഒരു ആശ്വാസമായിരിക്കുന്നു. ആ ആശ്വാസം അവർ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. അത് എത്ര കണ്ട് പോകും, 25-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട് കേട്ടോ, എത്ര വരെ പോകും എന്നുള്ളത് കണ്ടറിയണം. ശരി, ഡോക്ടർ അരുൺ, ഇപ്പോൾ എം വി നികേഷ് കുമാർ വളരെ രസകരമായി പറഞ്ഞു. ഈ ആം ആദ്മി പാർട്ടിയെ പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണല്ലോ പൊതുവെ വിലയിരുത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? സ്മൃതി, ഞാൻ ആം ആദ്മി പാർട്ടിയെ വിശേഷിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ്. അഥവാ ഒരു NGO ടേൺഡ് പൊളിറ്റിക്കൽ പാർട്ടി. ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ നിന്നും പരിവർത്തൻ എന്ന് പറയുന്ന ഒരു NGO ആയിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാൾ ആദ്യം ഫ്ലോട്ട് ചെയ്യുന്നത്. ഈ പരിവർത്തനിൽ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം പ്രവർത്തിച്ച വനിത കൂടിയാണ് ഈ സ്വാതി മലിവാൾ എന്ന് പറയുന്ന നേതാവ്. ആ സ്വാതി മലിവാളും അരവിന്ദ് കെജ്രിവാളും തുടങ്ങിയ പരിവർത്തനാണ് പിന്നീട് പല ഘട്ടങ്ങളിലൂടെ കടന്ന ആം ആദ്മി പാർട്ടിയെ മാറിയത്. ഇപ്പോഴും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അടിസ്ഥാനമായി ഒരു കേരളമായിട്ട് പരിണമിച്ചിട്ടില്ല. അതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു ഐഡിയോളജിക്കൽ കൊഹറൻസ് അഥവാ പ്രത്യയശാസ്ത്ര പരിപാടിയില്ല. അത് പലപ്പോഴും BJPയുടെ ബി ടീം എന്ന നിലയിൽ BJPയുടെ ആശയങ്ങളെ വളരെ മൃദുവായി പരിഭാഷപ്പെടുത്തി മിഡിൽ ക്ലാസ്സുകാരൻ്റെ ആസ്പിരേഷൻസിനെ, അവൻ്റെ സ്വപ്നങ്ങളെ താലോലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. മെയ് 13-ാം തീയതിയാണല്ലോ ഈ സംഭവം നടക്കുന്നത്. മെയ് 13-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിലേക്ക് സ്വാതി മലിവാൾ എന്ന ഡൽഹിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ MP വരുന്നു. പക്ഷേ നേരത്തെ എം വി നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു സമരപരിപാടിയിലും ഒരു പ്രസ് കോൺഫറൻസിലും സ്വാതി മലിവാളിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതിഷിയും ഒരുപക്ഷെ പിന്നീട് സഞ്ജയ് സിംഗ് പുറത്തിറങ്ങുമ്പോൾ സഞ്ജയ് സിംഗും ഭരദ്വാജും ഒക്കെ തുടർച്ചയായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോഴും സ്വാതി മലിവാൾ എന്ന ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭാ അംഗത്തിൻ്റെ അഭാവം വളരെ ശ്രദ്ധേയമായിരുന്നു. മാത്രവുമല്ല സ്വാതി മലിവാളിൻ്റെ ആദ്യ ഹസ്ബൻഡ് നവീൻ ജയ്ഹിന്ദിന് റോത്തക്കിൽ പോലും ഒരു സ്ഥാനാർത്ഥിത്വം ആദ്യം നൽകാമെന്നത് നമ്മൾ കേട്ടിരുന്നതുമാണ്. നവീൻ ജയ്ഹിന്ദ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ വന്നിട്ടുണ്ട്, എക്സ് ഹസ്ബൻഡാണ്.
അപ്പോൾ സ്വാതി മലിവാൾ വീട്ടിലേക്ക് ചെല്ലുന്നു. ഡ്രോയിങ് റൂമിൽ അരവിന്ദ് കെജ്രിവാളിനെ കാത്തിരിക്കുന്ന സമയത്താണ് വൈഭവ് കുമാർ ആക്രമിച്ചത് എന്ന് 14-ാം തീയതി ആം ആദ്മി പാർട്ടി സ്പോക്ക് പേഴ്സൺ തന്നെ എല്ലാ മാധ്യമങ്ങളോടും പറയുന്നുണ്ട്. ഇത് അരവിന്ദ് കെജ്രിവാൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു നടപടി സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി ലീഡർ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്തെന്നാൽ, ഈ ദിവസം ഈ വൈഭവ് കുമാർ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഈ സ്വാതി മലിവാൾ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പ് 2 പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും FIR ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ FIR ഇപ്പോൾ ഇടേണ്ടതില്ല എന്ന് പറഞ്ഞ് സ്വാതി മലിവാൾ ഡൽഹി സിവിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നു എന്നതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം ഇതൊരു വലിയ പൊളിറ്റിക്കൽ വിഷയമായിട്ട് ഉയരുന്നു. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈഭവ് കുമാറും സ്വാതി മലിവാളും അവർ രണ്ടുപേരും ഏറെക്കാലമായി പരസ്പരം അറിയുന്നവരാണ്. പരിവർത്തൻ കാലത്ത് അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിന്നയാളാണ്. അതിനുശേഷം ഡൽഹി വനിതാ കമ്മീഷനിൽ സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. രാജ്യസഭയിലേക്കും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ആ ഘട്ടങ്ങളിലെല്ലാം വളരെ ആഴത്തിലുള്ള സൗഹൃദ ബന്ധവും രാഷ്ട്രീയ ബന്ധവും അരവിന്ദ് കെജ്രിവാളും സ്വാതി മലിവാളും തമ്മിലുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ സ്വാതി മലിവാളിന്റെ അസാന്നിധ്യം ആം ആദ്മി പാർട്ടിയിലെ ചില നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാൾ, അല്ലെങ്കിൽ സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാൾ കാണാനൊന്നും അത്ര ബുദ്ധിമുട്ടേണ്ട സമയമോ ഡ്രോയിങ് റൂമിൽ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഏകദേശം ആം ആദ്മി പാർട്ടിക്ക് അനഭിമതയായി കഴിഞ്ഞിരുന്നു സ്വാതി മലിവാൾ എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് അതിഷി പറയുന്നത് ഇപ്പോൾ ഈ സ്വാതി മലിവാൾ റിക്രൂട്ട്മെന്റ് കേസിലടക്കം BJPയുടെ റഡാറിലുള്ളതാണ്, EDയുടെ റഡാറിലുള്ളതാണ്, ബ്ലാക്ക് മെയിൽ ചെയ്തതുകൊണ്ടാണ് സ്വാതി മലിവാൾ ഇത്തരം പ്രവർത്തനം നടത്തുന്നത് എന്നാണ്. പക്ഷേ സ്വാതി മലിവാളിനെ പോലുള്ള ഒരു വനിത പിന്നീട് സിവിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് FIR ഇടത്തക്ക രീതിയിൽ തന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. തന്നെ വൈഭവ് കുമാർ അറ്റാക്ക് ചെയ്തു, വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി തനിക്കുണ്ട് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ എയിംസിൽ നിന്ന് വന്നിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും അത് ശരിവയ്ക്കുക കൂടി ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ഘട്ടത്തിൽ സ്വാതി മലിവാളിനോട് ഒപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുക. പക്ഷെ അതിനുള്ള പ്ലോട്ട് സംശയിക്കുന്നത് ആം ആദ്മി പാർട്ടി വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. നേരത്തെ തന്നെ വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ED നടത്തിയിരുന്നതാണ്. ഡൽഹി ജൽ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഴിമതി കേസ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ED റെയ്ഡുകൾ നടന്നിരുന്നു. അപ്പോൾ വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്താൽ ഇറ്റ്സ് വെരി ക്ലോസ് ടു അരവിന്ദ് കെജ്രിവാൾ. അതാണ് അരവിന്ദ് കെജ്രിവാൾ നാളത്തെ രാഷ്ട്രീയ പ്രതിരോധമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതാ തുടർച്ചയായിട്ട് മനീഷ് സിസോദിയെ, അരവിന്ദ് കെജ്രിവാളിനെ, സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നാളെ ഇനി അതിഷിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, പുറത്തുള്ള ഭരദ്വാജിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നാളെ ഒരു പൊളിറ്റിക്കൽ പരേഡാണ്. പക്ഷേ ഈ വിവാദം യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയിരുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിൽ BJP അതിനെ ഏറ്റെടുത്തിട്ടുള്ള കൗണ്ടർ ക്യാമ്പയിൻ ശക്തമാണ്. അതിനെ നേരിടാനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലയിലാണ് അരവിന്ദ് കെജ്രിവാൾ പോകുന്നത്. കാരണം മെയ് 14-ാം തീയതി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി സ്പോക്ക് പേഴ്സൺ നടത്തിയ പ്രസ് കോൺഫറൻസിൽ സ്വാതി മലിവാളിനോടൊപ്പം നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളെയാണ് കണ്ടതെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ FIRലെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിന് ക്ഷീണം തന്നെയാണ്. മാത്രവുമല്ല അതിനെ മറികടക്കാൻ വേണ്ടി നാളെ BJP ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. കാരണം താൻ തന്നെ വിശ്വസിച്ചിരുന്ന തന്റെ തന്നെ MP ആയ, അതും ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് നിർഭയ വിഷയത്തിലടക്കം ചില വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്വാതി മലിവാളിനെ പോലുള്ളൊരു വനിതയെ ആക്രമിച്ചതിനു ശേഷം സ്വാതി മലിവാളിനോടൊപ്പം എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നില്ല എന്ന ചോദ്യം ഉയരുമ്പോഴാണ് നാളത്തെ ഒരു പൊളിറ്റിക്കൽ മാർച്ച് ഒരു ഡിഫൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം ഈ 25-ാം തീയതി ഡൽഹിയിലേക്കും ഹരിയാനയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ജൂൺ 1-ാം തീയതി പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെ വളരെ വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത്. അവിടെ 6-1 എന്നതാണ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സീറ്റ് വിഭജനം. അവിടെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരമാണ് ഇത്തവണ ഡൽഹിയിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. ഹരിയാനയിലും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. കഴിഞ്ഞ തവണ ഹരിയാനയിൽ 10 സീറ്റും BJP നേടിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഹരിയാനയിൽ ഒരു സീറ്റിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്, കുരുക്ഷേത്രത്തിൽ. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസുമാണ്. അപ്പോൾ ഹരിയാനയിലും ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ട്. പഞ്ചാബിൽ എല്ലാ പ്രീപോൾ ഫലങ്ങളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ്. 12 സീറ്റുകൾ വരെ പരമാവധി നേടാം എന്നാണ് പല പ്രീപോൾ സർവേകളും പറയുന്നത്. 13 സീറ്റിൽ 10 മുതൽ 12 വരെ സീറ്റുകൾ നേടാമെന്ന് പറയുമ്പോൾ അത്രയും വലിയ
ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനും കോൺഗ്രസിനും അവിടെയുണ്ട്. അവർ പരസ്പരം ഇന്ത്യ മുന്നണിയായിട്ടല്ല ഏറ്റുമുട്ടുന്നതെങ്കിൽ പോലും വലിയ ആത്മവിശ്വാസമുള്ള മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ സ്വാതി മലിവാളിന്റെ വിഷയം BJP ഉപയോഗിക്കും. അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ രംഗത്ത് വരുന്നത്. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നുള്ള ഒരു ക്യാമ്പയിനിലേക്ക് തിരിച്ചു പോകുന്നത്. പക്ഷേ അപ്പോഴും സ്വാതി മലിവാളിന് സംഭവിച്ച പരിക്ക് അത് എന്തുകൊണ്ടാണ് എന്നത് ഇനി വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. വൈഭവ് കുമാർ ഏതെങ്കിലും തരത്തിൽ സ്വാതിയെ അറ്റാക്ക് ചെയ്തു എന്നത് ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഈ പരിക്കുകളിലൂടെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നൊരു വസ്തുതയാണ്. സ്വാതി മലിവാൾ അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർത്തുകയും ചെയ്യും. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വാതി മലിവാൾ ഈ BJPയുടെ പിന്തുണ വേണ്ടെന്ന് വയ്ക്കുമോ, അതല്ല പൂർണ്ണമായും BJP പക്ഷത്തേക്ക് ചായുമോ തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഡിഫൻസിൽ തന്നെയാണ്. അത് BJPയും ഡൽഹി പോലീസും വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ കേസിനെ ട്രീറ്റ് ചെയ്യുന്നതും. മാത്രവുമല്ല, ഒരു NGO പൊളിറ്റിക്കൽ പാർട്ടി ആവുന്നത് കൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ പാർട്ടിക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ആം ആദ്മി പാർട്ടി ഒരു കേഡർ പാർട്ടിയല്ല. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സാഹചര്യങ്ങൾ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളുമായിട്ടൊരു വാക്ക് തർക്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ, അരവിന്ദ് കെജ്രിവാളിന്റെ മുൻപിൽ വെച്ചാണ് മർദ്ദിച്ചിരിക്കുന്നതെങ്കിൽ ഇതൊക്കെ എന്താണ് പിന്നീട് കൊടുക്കുന്ന മെസ്സേജ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും വളരെ മെച്ചുറായി കൈകാര്യം ചെയ്യുന്ന ഒരു നേതൃത്വം ആം ആദ്മി പാർട്ടിയിൽ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കുറച്ച് ഇന്റലക്ച്വൽസ് ഉണ്ട്. ആ ഇന്റലക്ച്വൽ ഗ്രൂപ്പുകൾ വളരെ പ്രോ ഡെവലപ്മെന്റ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു NGOയ്ക്ക് അപ്പുറത്തേക്ക് വളരാൻ കഴിയാതെ പോകുന്ന പാർട്ടി സ്വാഭാവികമായും നേരിടുന്ന ഒരു ആഭ്യന്തര പ്രതിസന്ധി എന്ന നിലയിൽ തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. തീർച്ചയായിട്ടും സ്വാതി മലിവാൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ഒരു പെൺകുട്ടി തന്നെ ഒരാൾ ആക്രമിച്ചു, തന്നെ ഒരാൾ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ പൊതുബോധം നിൽക്കേണ്ടത് ആ പെൺകുട്ടിയുടെ പരാതിക്കൊപ്പമാണ്. ഇവിടെ സ്വാതി മലിവാൾ പറഞ്ഞിരിക്കുന്നതിൽ കഴമ്പുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് കൂടി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി ഡിഫൻസിൽ തന്നെയാണ്. പക്ഷേ BJP അതിനെ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിനും കുരുക്കാനുള്ള ഒരു സ്ട്രാറ്റജിയായി തന്നെ കണക്കാക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. തീർച്ചയായും ഞാനും യോജിക്കുകയാണ് നിങ്ങൾ രണ്ടു പേരും പറഞ്ഞ വാദങ്ങളോട്. പക്ഷേ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ ആ സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാതി പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്, അവർക്കൊപ്പം അതുവരെ നിൽക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷേ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേജ്രിവാളിനെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ കേജ്രിവാളുമായി എതിരഭിപ്രായമുള്ള പാർട്ടി നേതാക്കൾക്ക് ആ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. പല പ്രധാനപ്പെട്ട നേതാക്കളും പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് പോകുന്ന ഘട്ടവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ ആ ഘട്ടത്തിലൊക്കെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പറയുകയും ചെയ്തു. എതിർ ശബ്ദം അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു എതിർ ശബ്ദമായി സ്വാതി മലിവാൾ ഏതൊക്കെയോ ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് നടന്ന ആ പ്രതിഷേധത്തിൽ സ്വാതി മലിവാൾ ഇല്ലായിരുന്നു. അവർ പറയുന്നത് അവരുടെ സഹോദരിയുടെ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയതായിരുന്നു എന്നാണ്. രാഘവ് ചദ്ദയാകട്ടെ പരിണീതി ചോപ്ര അല്ലേ, അവരെ വിവാഹം കഴിച്ച് അവരും ലണ്ടനിലായിരുന്നു ഭാര്യയ്ക്കൊപ്പം. അപ്പോൾ ആ സമയത്തൊക്കെ ചിരിച്ചുകൊണ്ടുള്ള ഒരുപാട് പടങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ രാഘവ് ചദ്ദയുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് അറസ്റ്റിലാകുമ്പോൾ എങ്ങനെ സമീപനം എടുക്കണം എന്നുള്ളൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു എതിർപ്പ് പാർട്ടിക്കകത്ത് ചർച്ചയായിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം 10 രാജ്യസഭാ MP മാരിൽ ഒരു വനിതാ MP ആയ സ്വാതി മലിവാൾ കാണാൻ വന്നപ്പോൾ അത് അനുമതി നിഷേധിച്ചത്. അതിനകത്ത് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് MV നികേഷ് കുമാറിന് മനസ്സിലാക്കാനായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആദ്യം കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അടിവയറ്റിൽ തൊഴിച്ചു, തനിക്ക് ആർത്തവമാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുമ്പോഴും അടിവയറ്റിൽ തൊഴിച്ചു, നെഞ്ചത്തിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ശക്തമായൊരു മർദ്ദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പുറത്തു വരുന്ന ഒരാൾ ഒരു മർദ്ദനം കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ അടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ നടക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ ഏതായാലും അങ്ങനെയില്ല. പക്ഷേ ഒരു എന്താ പറയുക, കയ്യേറ്റ ശ്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈവയ്ക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അവർ പറയുന്ന പരാതി പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ പരാതി എപ്പോൾ പോയി എന്നുള്ളതാണ് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ FIR ഇട്ടിട്ടില്ല, ആ പരാതി അവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീട് എപ്പോഴാണ് വനിതാ കമ്മീഷൻ അങ്ങോട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പരാതി നൽകണമെന്ന് പറയുന്നു, മൊഴിയെടുക്കുന്നു. അപ്പോൾ അതിലൊക്കെ ഇപ്പുറത്തുനിന്ന് വളരെ ശക്തമായൊരു ഇനീഷ്യേറ്റീവ് വരികയാണ്. സ്വാഭാവികമായിട്ടും BJP അതിനെ ഉപയോഗിക്കും. കാരണം കേജ്രിവാൾ ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രതികരണങ്ങൾ BJP എത്രത്തോളം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. 75 വയസ്സ് പ്രായം. ഇപ്പോൾ കേജ്രിവാൾ മോദി വിരമിക്കാൻ പോകുന്നു എന്നടക്കമുള്ള വാദങ്ങൾ, അതിനൊക്കെ BJPക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 6-7 ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങൾ വരുന്നതിനിടയ്ക്ക് പലതും സംഭവിക്കാമെന്ന് കേജ്രിവാളും ഭയക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാം. അത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എക്സിൽ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അറസ്റ്റ് ഉണ്ടാകാൻ പോകുന്നു. രാഘവ് ചദ്ദയുടെ പേരും പറയുന്നു, കാരണം ട്രഷററായിരുന്നു. പണമിടപാടുകൾ അദ്ദേഹത്തിന്റെ കൈകളിലൂടെയായിരുന്നു. അപ്പോൾ രാഘവ് ചദ്ദ അടക്കം അറസ്റ്റിലാകാൻ പോകുന്നു. അതിഷിയുടെ പേരും പറയുന്നു. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
ഈ വിഷയത്തിൽ ആദ്യം സ്വാതി ഈ പരാതി പറയുമ്പോൾ അത് പരിശോധിക്കുമെന്ന് പരസ്യമായി പറഞ്ഞത് സഞ്ജയ് സിംഗ് ആണ്. അത് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ സ്വാതിക്കെതിരെ ഒരു പ്രതികരണം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വേറെ വന്നിട്ടില്ല, അതിഷിയുടേതല്ലാതെ. അപ്പോൾ ഒരു വനിതാ നേതാവ് തന്നെയാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതിഷി പറയുന്നു അപ്പുറത്ത് ഭയന്നുകൊണ്ടാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് BJP സ്വാതിയെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നതെന്നാണ് അതിഷി പറഞ്ഞിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തിയിട്ടാണോ അതോ പ്രലോഭനങ്ങളാണോ എന്നുള്ള വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത്. എല്ലാ കാലത്തും മറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ സത്യാവസ്ഥ അറിയേണ്ടതുണ്ട്. അപ്പോൾ കേസ് ഏതായാലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, അതിന്മേൽ അന്വേഷണം നടക്കട്ടെ. അപ്പുറത്ത് വിഭവ് സിംഗ് എന്ന് പറയുന്ന ആളും കേജ്രിവാളുമായി കുറച്ചു കാലമായി ബന്ധമുള്ളതാണ്. സിസോദിയുടെ NGOയിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം കേജ്രിവാളിനെ പരിചയപ്പെടുത്തുന്ന വിഭവമാണ്. അങ്ങനെയാണ് ആ ബന്ധം ശക്തമാകുന്നത്. കേജ്രിവാളിന്റെ സുരക്ഷാ കാര്യങ്ങളുടെ അടക്കം ചുമതല അദ്ദേഹം നിർവഹിക്കുന്നതാണ് അറിയുന്നത്. അപ്പോൾ അത്രയ്ക്കും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഭവിന് വേണ്ടി ശക്തമായി തന്നെ കേജ്രിവാൾ നിൽക്കുന്നു എന്ന് വേണം ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിലും പറയുന്നത്, നാളെ ഇതാ ഞങ്ങളെല്ലാം വരികയാണ് BJP ആസ്ഥാനത്തേക്ക്, ഞങ്ങളെല്ലാ നേതാക്കളും വരുന്നു, MP-മാരും MLA-മാരും വരുന്നു, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ ഒരു വനിതാ പ്രതിനിധി അവരുടെ തന്നെ MP ഉന്നയിച്ച വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. എല്ലാം BJP ആ രൂപത്തിൽ ഉപയോഗിക്കുന്നു, ദുരുദ്ദേശപരമായി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ എന്താണ് സ്വാതിയുടെ പ്രശ്നം, എന്തിനാണ് സ്വാതിയും പാർട്ടിയും തമ്മിൽ പ്രശ്നം ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവരെ അകത്ത് കയറ്റാതിരുന്നത് എന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരമില്ല. അവിടെ ഒരു തർക്കമുണ്ടായി, ഈഗോ ക്ലാഷ് എന്ന രൂപത്തിലാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും വിശദീകരിക്കുന്നത്. എന്ത് ഈഗോ ക്ലാഷ് ആയാലും ഒരു കയ്യേറ്റ ശ്രമത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ അന്വേഷണം വേണ്ടതാണ്. അതിനോട് സഹകരിക്കുകയാണ് യഥാർത്ഥത്തിൽ. മറ്റെല്ലാ അനീതിക്കെതിരെയും ശക്തമായി പ്രതികരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടോട് പ്രതികരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് കേജ്രിവാൾ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇതിനും BJPയുടെ ഒരു അജണ്ടയാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്. ഏതായാലും BJP ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു. ആദ്യം ഇത് ഉന്നയിച്ചു തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവാണ്. അദ്ദേഹം പറഞ്ഞതിനു ശേഷമാണ് സ്വാതി ഈ പരാതിയിലേക്കും മറ്റു നടപടികളിലേക്കും കടന്നിട്ടുള്ളത്. സുജിയ, ഇക്കാര്യത്തിൽ കെജ്രിവാളിനെ കുരുക്കാനാണ് എന്നുള്ളത് കെജ്രിവാൾ പറയുന്ന, അല്ലെങ്കിൽ കെജ്രിവാൾ സ്വയം എടുത്തണിയുന്ന ഒരു മേലങ്കയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJPയെ പഴിച്ചാൽ, നരേന്ദ്രമോദിയെ പഴിച്ചാൽ അവനവൻ ചെയ്ത ക്രൈമിൽ നിന്ന്, അവനവൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒഫൻസിൽ നിന്ന് പെട്ടെന്ന് ആ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആ അറ്റൻഷൻ ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ ഇപ്പോൾ കെജ്രിവാളും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ BJPയുടെ ആസ്ഥാനത്തേക്ക് പോയി അവിടെയല്ലല്ലോ BJPയുടെ നേതാക്കൾ, JP നദ്ദ അല്ലല്ലോ അവിടുത്തെ ഡൽഹി പോലീസിന്റെ ചീഫ്, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം നിയന്ത്രിക്കുന്നത് JP നദ്ദ അല്ലല്ലോ, അല്ലെങ്കിൽ നേരെ ആഭ്യന്തര മന്ത്രാലയത്തിലേക്കൊക്കെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൽഹി പോലീസിന്റെ ആസ്ഥാനത്തേക്കൊക്കെ നടത്തുകയാണെങ്കിൽ അതിലൊരു ന്യായമുണ്ടായിരുന്നു. ഇതിപ്പോൾ BJP ആസ്ഥാനത്തേക്ക് നടത്തുന്നു, എന്നിട്ട് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റണ്ടാണത്. കെജ്രിവാളിന്റെ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റണ്ടാണ് നാളെ നടക്കാൻ പോകുന്നത്. കെജ്രിവാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥതയുണ്ട് എന്ന് കരുതുന്നവർക്ക് കിട്ടുന്ന ഒരു തിരിച്ചടിയാണ് കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ ഈ ചുവടുമാറ്റം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആം ആദ്മി പാർട്ടിയുടെ, നിങ്ങളൊക്കെ വിശദമായി തന്നെ സംസാരിച്ചതുപോലെ, ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗമാണ് സ്വാതി മലിവാൾ. സ്വാതി മലിവാൾ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപേ അറിയാവുന്ന, ഈ പറയുന്ന വൈഭവ് കുമാറിനും അതിനു മുൻപ് തന്നെ അറിയാവുന്ന വ്യക്തിയാണ്. ഇവരെല്ലാവരും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിംഗ് ഉണ്ട്. എന്ത് തെറ്റ് ചെയ്താലും, എന്ത് അഴിമതി ചെയ്താലും അതേക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾ കൂടിയാണ് സ്വാതി മലിവാൾ എന്നതുകൂടി കൂട്ടിച്ചേർക്കട്ടെ. കാരണം ഇപ്പോൾ മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതും ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നിരിക്കുന്നതും. അപ്പോൾ ആ അരവിന്ദ് കെജ്രിവാളിന്റെ എല്ലാ അണിയറ രഹസ്യങ്ങളും, അന്തപ്പുര രഹസ്യങ്ങൾ മുഴുവൻ അറിയാവുന്ന സ്വാതി മലിവാളിനെ പേടിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഈ ജയിൽ നിറയ്ക്കൽ സമരം, ബാക്കി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ വേണമെങ്കിൽ ഈ പ്രതിഷേധം നടത്താമായിരുന്നു, അതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാമായിരുന്നു. BJP ആസ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ എടുത്തകത്തിട്ടത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ജയിൽ നിറയ്ക്കൽ സമരമൊക്കെ നടത്തുകയായിരുന്നെങ്കിൽ അത് കാണാനൊരു അഴകായിരുന്നു, അതിന് ഒരു അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ PA അറസ്റ്റ് ചെയ്തതിനാണ് ഈ വൈഭവ് കുമാർ അപ്പോൾ അത്ര വലിയ ബിഗ് ഷോട്ട് ആണോ എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. പ്രൊട്ടക്ട് ചെയ്യുന്നു. വൈഭവ് കുമാറിന് അറിയാം അരവിന്ദ് കെജ്രിവാൾ എവിടെ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ പണം ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്, ഈ പറയുന്ന വിജയ് നായർ അടക്കമുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണ് കയറി നിറങ്ങി ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും അറിയാവുന്ന രണ്ടുപേരാണ്, ഒന്ന് വൈഭവ് കുമാർ, രണ്ടാമത്തേത് സ്വാതി മാലിവാൾ. ഈ രണ്ടുപേരും തമ്മിൽ തെറ്റിയെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ആ തെറ്റിയത് എന്തിന്റെ പേരിലാണ്, എന്ത് ഡീലിന്റെ പേരിലാണ് എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. പിന്നെ രാഘവ് ചദ്ദയുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് രാഘവ് ചദ്ദ ഏതൊക്കെ കാര്യങ്ങളിലാണ് അസോസിയേറ്റ് ചെയ്തിരുന്നത്, രാഷ്ട്രീയ പ്രാമുഖ്യം കൊണ്ടാണോ അതോ അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ പ്രസംഗ ഇതുകൊണ്ടാണോ അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരുന്നത് എന്നതും കൂടി നമ്മൾ നോക്കേണ്ടത്
ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോരുത്തരും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഒരു ഓപ്പറേറ്ററാണ്. കൃത്യമായി ആവശ്യമുള്ള പൊസിഷനുകളിലൊക്കെ ആവശ്യമുള്ള ആളുകളെയൊക്കെ കൃത്യമായി ഫിൽ ചെയ്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് അരവിന്ദ് കെജ്രിവാൾ. അത് വളരെ വൃത്തിയായി തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ കാലത്ത് കിട്ടിയ അറിവുകൾ അതെല്ലാം അദ്ദേഹം കൃത്യമായി അതിന് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഔദ്യോഗിക വസതിയിൽ നടന്ന അതിക്രമം, അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന അതിക്രമത്തെക്കുറിച്ച് അരവിന്ദ് കെജ്രിവാളിന് ഈ നിമിഷം വരെയും ഒന്നും വിശദീകരിച്ച് പറയാനില്ല. സ്വാതി മാലിവാളിന്റെ നേരെയുണ്ടായ അതിക്രമത്തെക്കുറിച്ച്. കാരണം സ്ത്രീ സുരക്ഷയെ പറ്റി, നിർഭയ വിഷയത്തിലൊക്കെ എടുത്ത ഗംഭീരമായ സ്റ്റാൻഡുള്ള വ്യക്തിയാണ്, മിണ്ടാതിരിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ രാജ്യസഭാ MP ഇങ്ങനെ ഒരു പരാതി പറയുമ്പോൾ അതേക്കുറിച്ചൊന്ന് കമന്റ് ചെയ്യാൻ പോലും അരവിന്ദ് കെജ്രിവാളിന് പറ്റുന്നില്ല. അതിനു പകരം BJPക്കെതിരെ പ്രതിഷേധത്തിന് പോവുകയാണ്. ഞങ്ങൾ എല്ലാവരും പിടിച്ച് ജയിലിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മെയ് 13 കെജ്രിവാളിനെ സന്ദർശിക്കാനായി സ്വാതി എത്തിയപ്പോൾ ഇത്രയും അടുപ്പമുള്ള ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെയും അപ്പോയിന്റ്മെന്റ് എടുത്താണോ സ്വാതി അരവിന്ദ് കെജ്രിവാളിനെ കണ്ടുകൊണ്ടിരുന്നത് എന്ന ചോദ്യവും അവിടെ ബാക്കിയാണ്. കാരണം അത്രയും അടുപ്പമുള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും എന്നുള്ളത് വ്യക്തമാണ്. വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരിക്കുമ്പോൾ സ്വാതി മാലിവാളിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് മികച്ചതാണ്. പല സമരവേദികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നിരാഹാര സത്യഗ്രഹം അടക്കം നടത്തിയിട്ടുള്ള ഡൽഹിയിലെ അവരുടെ ടെന്യൂർ 2015 മുതൽ 24 വരെയുള്ള ടെന്യൂർ അവരത് വളരെ കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. 1.7 ലക്ഷം കേസുകളാണ് അവരുടെ ടെന്യൂറിൽ അവിടെ തീർപ്പാക്കിയിട്ടുള്ളത്. ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, അങ്ങനെ എല്ലാ വിഷയങ്ങളും ടേക്കപ്പ് ചെയ്തിട്ടുള്ള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്ന ഒരാൾക്ക് അവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു അതിക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെ ടാർണിഷ് ചെയ്യാൻ, അവരുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യാനായിട്ടാണ് മറുഭാഗത്ത് നിന്ന് അതേ പാർട്ടിയിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന മഹിളാരത്നം അതിഷി മർലേന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിയെക്കുറിച്ച് ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് നരേന്ദ്രമോദി വ്ളാദിമിർ പുടിനെ പോലെ ആണ് സ്വേച്ഛാധിപതിയായി ചെയ്യുന്നു കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്നു. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എന്താണ് ചെയ്യുന്നത്? ശരിക്കും ഇവിടുത്തെ ഒരു ഏകാധിപതി അല്ലെങ്കിൽ ഏകഛത്രാധിപതിയായിട്ടൊക്കെ ആ പാർട്ടിയിൽ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. അയാൾക്ക് താഴെ കുറെ അടിമകളെ, ഒരു അടിമ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് മുകളിൽ കയറിയിരിക്കുന്ന ഒരു രാജാവ് എന്നുള്ള മട്ടിലാണ് അരവിന്ദ് കെജ്രിവാൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിഷി മർലേനയൊക്കെ വഴങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായി ആ ഒരു അടിമത്തം ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത അനുയായി എന്നതിൽ അഭിരമിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ സ്വാതിയുമായി തെറ്റിയിട്ടുണ്ട്, അത് കൃത്യമാണ്. അല്ലെങ്കിൽ ഈ പരാതി വരില്ലായിരുന്നു. അല്ലെങ്കിൽ സ്വാതി ആദ്യഘട്ടത്തിൽ പരാതി നൽകാതിരുന്നത് പ്രശ്നമാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. ഈ PA അറസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും രോഷമുണ്ടെങ്കിൽ അതിലെന്തോ കിടക്കുന്നുണ്ട്, എന്തോ ഭയക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ജയിൽ കാ ഖേൽ, അതാണ് ആം ആദ്മി പാർട്ടിയുമായി നടത്തുന്നത് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വെറും ഗിമ്മിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി സ്വാതി പറഞ്ഞിരിക്കുന്ന പരാതിയിലെ FIRലെ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് 7 മുതൽ 8 തവണ സ്വാതിയെ അടിച്ചു എന്നാണ് സ്വാതി പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല. ബ്രൂട്ടലി ഡ്രാഗ്ഡ്, രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന വാചകം അതാണ്, വലിച്ചിഴച്ചു. മൂന്നാമത്തേത് കിക്ഡ് ഇൻ ഹെർ ചെസ്റ്റ്, സ്റ്റൊമക്ക് ആൻഡ് പെൽവിസ് ഏരിയ. ഇത്രയും കാര്യങ്ങളാണ് സ്വാതിയുടെ പരാതിയിൽ പറയുന്നത്. ഇനി പരിശോധനാ റിപ്പോർട്ടിൽ എന്താണ് കണ്ടെത്തിയത് എന്ന് കൂടി പറയാം. എയിംസിലെ ജയപ്രകാശ് നാരായൺ ട്രോമ സെന്റർ അവർ നടത്തിയ മെഡിക്കോ ലീഗൽ റിപ്പോർട്ട്. ആ മെഡിക്കോ ലീഗൽ റിപ്പോർട്ട് പറയുന്നത് ഇടത്തെ കാലിലും വലത്തെ കവിളിലും പരിക്കുണ്ട്, ബ്രൂയിസസ് ഉണ്ട്. ആ ബ്രൂയിസസിന്റെ സൈസ് അടക്കം ആ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്രൂയിസ് അറ്റ് ദ സൈസ് ഓഫ് 3 × 2 cm ഓവർ ദ പ്രോക്സിമൽ ലെഫ്റ്റ് ലെഗ് ഡോഴ്സൽ ആസ്പെക്ട്. രണ്ടാമത്തേത് കവിളിലാണ്, 2 × 2 cm ഓവർ ഹെർ റൈറ്റ് ബിലോ ഹെർ റൈറ്റ് ഐ, വലത്തെ കണ്ണിന് താഴെ. ഇത്രയും ആഴത്തിൽ ഇത്രയും ചതവ് അവരുടെ മുഖത്തേറ്റിട്ടുണ്ട്. അപ്പോൾ അടി കിട്ടി എന്നുള്ളത് വ്യക്തമാണ്, അത് പരിശോധനയിൽ വ്യക്തമാണ്, പരാതിയിൽ പറയുന്നുണ്ട്. എന്നിട്ടും അരവിന്ദ് കെജ്രിവാളിന് ആ സ്വാതി മാലിവാളിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയും ന്യായീകരിക്കുന്ന ആളുകൾ അതേക്കുറിച്ച് കൂടി പറയണമെന്നേ. അതിഷി പറയുന്നത് ഈ കേസ് ഫേക്ക് ആണെന്നാണ്. അതിഷി ഉപയോഗിച്ച വാചകമാണ് ഫേക്ക്. അപ്പോൾ ഈ പറയുന്ന മുറിവ് അതെല്ലാം കെട്ടിച്ചമച്ചതാണോ? BJP ആണോ പോയി തല്ലിയത്? സ്വാതി മാലിവാളിനെ തല്ലിയത് നരേന്ദ്രമോദിയാണോ? അതിഷി പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് തോന്നുക. ഇനി വൈഭവ് കുമാറിന്റെ അച്ഛൻ മഹേശ്വർ റായിയോട് ഇതിനെക്കുറിച്ച് പ്രതികരണം ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. മഹേശ്വർ റായ് അപ്പോൾ പറയുന്നു കൃത്യമായി എന്താണ് അസോസിയേഷൻ എന്ന് പറയുന്നുണ്ട്. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു ഈ വൈഭവ് കുമാർ. ആ കാലഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ വരുന്നത്. അരവിന്ദ് കെജ്രിവാളുമായുള്ള അസോസിയേഷൻ തുടങ്ങുന്നത് ആ ഡൽഹിയിലെ മാധ്യമപ്രവർത്തന കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് ഈ സംഘടനയിലേക്ക് വരുന്നത്, NGOയിലേക്ക് വരുന്നു, അതിൻ്റെ കൂടെ കൂടുന്നു, പിന്നീട് മുഖ്യമന്ത്രിയാകുമ്പോഴേക്കും ആ ടീമിലേക്ക് വരുന്നു. അതായത് വളരെ ക്ലോസ് എയ്ഡാണ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത് വൈഭവ് കുമാറിന്റെ അച്ഛൻ മഹേശ്വർ റായി ആണ്. അപ്പോൾ അതിൽ കൂടുതൽ ഒരു ടെസ്റ്റിമോണി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കെജ്രിവാളുമായി അത്രയും അടുത്ത ബന്ധമാണ് എന്നുള്ളത്. പിന്നെ BJPയുടെ MP ആണ് സ്വാതി മാലിവാൾ എന്ന് തോന്നും ഈ നേതാക്കളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. അതായത് സ്വാതി മാലിവാൾ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു കയറി അവിടെ കെജ്രിവാൾ ആയിരുന്നെങ്കിൽ കെജ്രിവാളിനെ വേറെ ഏതെങ്കിലും പീഡനക്കേസിൽ കുരുക്കുമായിരുന്നു എന്ന മട്ടിലൊക്കെ. അങ്ങനെയൊന്നുമല്ല. സ്വാതി മാലിവാളിന് അവിടെ അറ്റാക്ക് നേരിട്ടു എന്ന് അവർ പറയുമ്പോൾ അതിനെ ഒരു കാരണവശാലും നമ്മൾ അതിനെ തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടതില്ല. അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്തായാലും പ്രാഥമികമായി വരുന്ന വിവരങ്ങളൊക്കെ സ്വാതിക്ക് അനുകൂലമായിട്ടാണ്. ഇനി മറ്റൊരു വാദം, സ്വാതി കരഞ്ഞില്ല, സ്വാതിയുടെ
തുണി കീറിയില്ല, സ്വാതി നടന്നു പോയത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. അവർ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. 39 വയസ്സുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടിരുന്നതാണ്. വളരെ ബോൾഡ് ആയിട്ടുള്ള ലേഡി. അടി കിട്ടിയാലുടനെ അവർ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നൊക്കെ എന്തിനാണ് നമ്മൾ ശഠിക്കുന്നത്? അവരതിനെ ഫേസ് ചെയ്തിട്ടുണ്ടാകും. അവരതിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ സഞ്ജയ് സിംഗ് എം പിയെ കുറിച്ച് പറഞ്ഞല്ലോ, 14-ാം തീയതി സഞ്ജയ് സിംഗ് എം പിയുടെ ബൈറ്റ് കിടപ്പുണ്ട്. അതിൽ പറഞ്ഞത് അന്വേഷിച്ച് നടപടിയെടുക്കും. ആം ആദ്മി പാർട്ടിയിൽ ഇന്റേണൽ ആയുള്ള അന്വേഷണം ഉണ്ടാകും. എന്നിട്ട് ഇപ്പോൾ ഇന്നാകുമ്പോഴേക്ക് 4 ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടിയുടെ സ്റ്റാൻഡ് മാറുന്നത്? ക്യാരക്ടർ അസാസിനേഷനിലേക്ക് കൃത്യമായി മാറിയിരിക്കുകയാണ്. ഈ അതിഷി മർലേനെ അടക്കം നടത്തുന്നത് ക്യാരക്ടർ അസാസിനേഷനാണ്. ഈ കെജ്രിവാളിന്റെ സ്വീകരണ മുറിയിൽ, നിർഭയ കേസിൽ ധർണയിരുന്ന കെജ്രിവാളിന്റെ സ്വീകരണ മുറിയിൽ വെച്ച് അടി കിട്ടിയെന്ന് ആ പാർട്ടിയുടെ എം പി തന്നെ പറയുമ്പോൾ ആ സ്ത്രീയെ ഒന്ന് വിളിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ട്? വൈഭവ് കുമാറിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു പോകുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ രാഘവ് ചദ്ദ അടക്കമുള്ള ആളുകൾ കെജ്രിവാളിന്റെ വസതിയിലുണ്ട്. അപ്പോൾ ഈ എഡിറ്റഡ് വീഡിയോസ് ആണോ പ്രചരിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി വ്യക്തമാകണം. കാരണം കുറേ വീഡിയോസ്, ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവിടെ നടന്നത് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യായീകരണ വീഡിയോസ്. അപ്പോൾ എന്തായാലും ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ആം ആദ്മി പാർട്ടി എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഒരു ആന്റി ഔരത് പാർട്ടി എന്നാക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകളെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാൻ ആം ആദ്മി പാർട്ടി നിൽക്കട്ടെ. സ്വന്തം എം പിക്ക് പോലും രക്ഷയില്ല. ആന്റി ഔരത് പാർട്ടി. അപ്പോൾ BJP ഇവിടെ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാഡത്തിന്റെ മോദി വിരോധവും BJP വിരോധവും കേജ്രിവാളിനെ കുരുക്കാനോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കെജ്രിവാളിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ്? ആരാണ് കുരുക്കുന്നത്? കെജ്രിവാളിനെ കുരുക്കാനൊന്നുമല്ല. കെജ്രിവാളിനെ കുരുക്കാൻ BJPയുടെ MP ആണോ അതല്ലേ ഞാൻ ചോദിച്ചത്. ശരി, നമുക്ക് മണിപ്പൂരും ബ്രിജ്ഭൂഷണൊക്കെ അങ്ങ് മറക്കാം. വോട്ട് ചെയ്തല്ലോ. വോട്ട് ചെയ്തു. നോ. കേജ്രിവാളിനെ കുരുക്കാനോ? യെസ് എന്ന് 3, നോ എന്ന് 1. Meet the editors.